അടികപ്പിയാരെ കൂട്ടമണി ഇവരുടെ സ്റ്റോറിയാ, ഈ ഫ്രണ്ട്സ് സർക്കിളിന്റെ സ്റ്റോറിയാണ്, റിയൽ ലൈഫിൽ റിയൽ സ്റ്റോറി. ഞങ്ങളുടെ കോളേജ് ടൈമിൽ ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ ചെയ്ത ഒരു ഓജോ ബോർഡ് വെച്ചിട്ട് ഹോസ്റ്റലിൽ ഒരു ചെറിയ പരിപാടി ഒപ്പിച്ചത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പടം ഇങ്ങനെ ആലോചിച്ച് കൊണ്ടുവന്നത്. ആ സിനിമയിൽ ആരുടെ ക്യാരക്ടർ ആയിരുന്നു ശരിക്കും? കപ്പേരിറങ്ങി ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്റ്റലിലെ എല്ലാ ജനലിനും പട്ടിയിലടിച്ചു. ഈ ഇറങ്ങുന്ന പരിപാടി ഹോസ്റ്റലിൽ ആർക്കും അറിയത്തില്ല. ഞങ്ങളുടെ ഹോസ്റ്റൽ ലൈഫിൽ ഒരുപാട് കഥകളുണ്ട്. ഇപ്പൊ ഈ കപ്പേന്റെ സെക്കൻഡ് ഉണ്ടോ എന്നൊക്കെ എല്ലാവരും അതെ ഉണ്ടോ ശരിക്കും? ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നുണ്ട്. ശരി മാത്രം സിനിമയോട് ഭയങ്കര താല്പര്യം, ഒരുപാട് റീൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി അത് ഒരു അബദ്ധം പറ്റി ഞാൻ പറയാം. ഞാൻ ഗൾഫിലായിരുന്നപ്പോഴേ ഈ ടിക്ടോക്ക് തുടങ്ങിയ സമയമായിരുന്നു. ഞാൻ അതിനകത്ത് ആ സമയത്ത് വെറുതെ ഇരിക്കുന്നുണ്ട് ഓരോന്ന് ചെയ്തു. എന്നിട്ട് നാട്ടിൽ ലീവിന് വന്നപ്പോ ഈ ടിക്ടോക്ക് ഒന്ന് നിരോധിച്ചു. അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യാനും പറ്റിയില്ല. അതേറെ കിടപ്പുണ്ട്. ഇത്രയും പേര് ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഇവനും ഞാനും വർഗീസും അവനും ഒക്കെയാണ്. അവൻ മിണ്ടിയില്ല, ജൂനിയർ ആയിട്ട് മിണ്ടാത്ത. പക്ഷെ ഇത് ഏറ്റവും മിണ്ടായിരിക്കുന്ന ഒരുത്തനുണ്ട്, അവനാണ് ഏറ്റവും വേന്ദ്രൻ. എന്നോട് വന്നപ്പോൾ പറഞ്ഞ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ലേ? ആസ് എ ഡയറക്ടർ ഇപ്പം ഓൾറെഡി ഇപ്പം 26 വയസ്സിലാണ് ആദ്യത്തെ സംവിധാനം. ആ പ്രായത്തിൽ വയസ്സ് പറഞ്ഞതാ ഞങ്ങള് പുള്ളിയായിട്ട് ട്രെയിനിങ് വെച്ചുള്ള എനിക്ക് പെൺകുഞ്ഞുങ്ങളെയാ ഇഷ്ടം ബേസിക്കലി. പക്ഷേ എനിക്ക് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് കിട്ടിയത് മുഴുവൻ ആൺപിള്ളേരാ. മക്കളായിട്ടും ആണെങ്കിലും ഇപ്പൊ ഇതിലാണെങ്കിലും സ്വന്തം മക്കളല്ലെങ്കിലും പ്രിൻസിപ്പലും മക്കളുമാണ്. അപ്പം അതും ഒരു എനിക്ക് എല്ലാതെ ആൺപിള്ളേർ മാത്രമേ എനിക്ക് മലയാള സിനിമയിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പം ആ ഒരു വൈബ്, അതെ ശരിയാ, എനിക്ക് അവരിൽ നിന്ന് പഠിക്കാൻ ഇഷ്ടമാണ്, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇഷ്ടമാണ്. അവരുടെ ഞാൻ അവരുടെ കൂട്ടത്തിൽ കൂടും. ഞാനും മോളും ഫ്രണ്ട്സ് പോലെ. അപ്പൊ അവരിലേക്ക് ഇറങ്ങി ചെന്ന് ഇവന്മാരുടെ വായ്നോട്ടവും ഇവന്മാരുടെ കമന്റടിയും. മാത്രമല്ല ചേച്ചിയുടെ കൂടെ അഭിനയിച്ച ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളെല്ലാം രക്ഷപ്പെട്ടു. അപ്പൊ അടുത്ത ലക്ഷ്യം ഞാനിപ്പോ ചേച്ചി അത് പറഞ്ഞപ്പോഴിങ്ങനെ ആലോചിച്ചത് അവർക്കെല്ലാം നല്ല പടം ഉണ്ടല്ലോ. പുതിയ തലമുറയുടെ അമ്മയാണ്. ഇപ്പം സിനിമയിൽ ഒരു ഇതുണ്ടെന്ന്, മഞ്ജു ചേച്ചിയുടെ മക്കളായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഡിമാൻഡ് കൂടും, പൈസ കൂട്ടിക്കോന്നൊക്കെ എന്നോട്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എനിക്ക് വേണമെങ്കിൽ പോയി, ഞാൻ നിന്നോട് അയ്യോ പോയില്ലേ. ഹായ് ഹലോ നമസ്കാരം. സൈനസ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. അതിനാശം വെള്ളപ്പൊക്കം എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്നെന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ ചെയ്ത ഒരു ക്രൂ മെമ്പേഴ്സ് ആണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു ചിരിയുണ്ട്. കാരണം ഞങ്ങൾ ഇവിടെ അലമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ തുടങ്ങി ഞങ്ങളിവിടെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ക്ലാസ് തുടങ്ങി. ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഇത് കുട്ടികളും ഈ മറ്റേ ടീച്ചറും പോലെയാണ്. കറക്റ്റ് ഈ സിനിമയിൽ അതുപോലത്തെ ഒരു ക്യാരക്ടറാണോ ചേച്ചി? സത്യം സത്യം. എന്റെ സ്റ്റുഡൻസ് ആണ് ഇവരൊക്കെ. ഇവനില്ല, അപ്പൊ ഞങ്ങള് സാറാണ്. അതില് പ്രിൻസിപ്പലാണ്. കോളേജ് എന്റെ കോളേജാണ്, ഐ മീൻ എന്റെ അല്ല, അമ്മായിപ്പന്റെ കോളേജാണ്. ഞാൻ പ്രിൻസിപ്പലാണ്, എന്റെ സ്റ്റുഡൻസ് ആണ്. ഞാൻ കേട്ടു ഈ ക്യാരക്ടർ എന്തായാലും മഞ്ജു ചേച്ചി ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേ, ഞാൻ ഈ പ്രസ് മീറ്റിൽ ഞാൻ കേട്ട സമയത്ത് ഞാൻ എന്താ പ്രിൻസിപ്പൾ ആയിരിക്കും, ടീച്ചർ ആയിരിക്കും, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇപ്പം മഞ്ജു ചേച്ചി കൊണ്ട് പറ്റും. അല്ല, അതില് ഫണ്ണല്ല ശരിക്കും. ഞാൻ സീരിയസ് ആണ്. ഞാൻ ഭയങ്കര ടെററാണ്, ടെറർ ക്യാരക്ടറാ പിള്ളേരുടെ എടുക്കാൻ. ഓക്കേ. ഇപ്പൊ 10 വർഷം മുമ്പ് അടികപ്പേരി കൂട്ടമണി വന്നു. അതൊരു ഡിസംബർ മാസത്തിലാണ് റിലീസ്. ആൻഡ് 10 വർഷം ശേഷം വീണ്ടും ഒരു ഡിസംബർ മാസത്തിൽ നമ്മുടെ പടം വരികയാണ്. ആൻഡ് ഈ പേര് കേൾക്കുമ്പോൾ നമ്മൾ ആ സിനിമയാണ് കണക്ട് ചെയ്യുക. സോ ആ കണക്ഷൻ ഓൾറെഡി ഈ പേരുടെ സമയത്ത് ഉണ്ടായിരുന്നോ?
അത് അങ്ങനെ ഒരു കണക്ഷൻ വന്നാൽ അത് അങ്ങനെ വരണമെന്ന് ഉദ്ദേശിച്ചിട്ടതല്ല. ഇത് കറക്റ്റ് യോജിച്ച രീതിയിൽ വന്ന ഒരു ടൈറ്റിലാണ്. അപ്പോൾ ആലോചിച്ചപ്പോൾ അത് കറക്റ്റ് അത് കിട്ടും. ആ ഒരു സെയിം ജോണറാണ്. അടികപ്പേര കുട്ടമണി പോലത്തെ ആ സെയിം ജോണർ വരുന്ന ഒരു സിനിമ ആദിനാശം വെള്ളപ്പൊക്കം. അപ്പോൾ അങ്ങനെ ഒരു കിട്ടുന്നത് നല്ലതാണ്. ആ ഒരു ഓർമ്മ അടികപ്പേരുടെ വരുന്നത് നല്ലതാണ്. പടത്തിനും ബൂസ്റ്റ് ചെയ്യും. ഇവ അടികപ്പേരെ കുട്ടമണി എന്ന് പറഞ്ഞ പടമാണോ ശരിക്കും ഇദ്ദേഹത്തിന്റെ കഥ പറച്ചിലാണോ? എന്താണ് ഈ സിനിമ ചെയ്യാൻ നിങ്ങൾ എക്സൈറ്റഡ് ആക്കിയത്? അയ്യോ അതൊന്നും അല്ല എക്സൈറ്റഡ് ആക്കിയത്. കഥയൊന്നും ഇവര് കേട്ടിട്ടില്ല. ഇപ്പൊ ചോദിച്ചാൽ കഥ അറിയില്ല. അല്ല അല്ല ഞാന് സത്യസന്ധമായിട്ട് പറഞ്ഞ പുള്ളി നല്ലൊരു വ്യക്തിയാണ്. അതല്ല, വേറെ ഓപ്ഷൻ ഇല്ല, ഒറ്റ പടേ വന്നിട്ടുള്ളൂ. അതായത് ഇവര് ഫ്രണ്ട്സ് ആണ്. ആക്ച്വലി അടികപ്പേര് കൂട്ടമണി ഇവരുടെ സ്റ്റോറിയാ. ഈ ഫ്രണ്ട്സ് സർക്കിളിന്റെ സ്റ്റോറിയാണ്. റിയൽ ലൈഫിൽ റിയൽ സ്റ്റോറി. ഞങ്ങളുടെ കോളേജ് ടൈമിൽ ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ ചെയ്ത ഒരു ഓജോ ബോർഡ് വെച്ചിട്ട് ഹോസ്റ്റലിൽ ഒരു ചെറിയ പരിപാടി ഒപ്പിച്ചത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പടം ഇങ്ങനെ ആലോചിച്ച് കൊണ്ടുവന്നത്. ആ സിനിമയിൽ ആരുടെ ക്യാരക്ടർ ആയിരുന്നു ശരിക്കും? ആ സിനിമയിലെ ക്യാരക്ടർ ചോദിച്ചിരുന്നു. ചോദിച്ചില്ല, മനസ്സിലാക്കി കിട്ടത് ഇന്നോ പറയുമെന്ന് അറിയാവുന്നുണ്ട്. ഞാൻ ചോദിച്ചില്ല. അവൻ ചോദിച്ചു എന്റെ മുമ്പിൽ വന്നേക്കിരുന്നു. ഇപ്പൊ ചോദിച്ചിരിക്കട്ടെ. അപ്പൊ അതില് ഏത് ക്യാരക്ടർ ആയിരുന്നു ശരിക്കും? അതില് ആക്ച്വലി കോളേജില് ഞാനും ഇവനും +2 ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഞാനും സജിത്തും ആണ് കോളേജിൽ ഒരുമിച്ചുണ്ടായിരുന്നത്. പിന്നെ വന്നതാണ് അത്. പടം ഇറങ്ങി ഇവനില്ല കേട്ടോ, സോറി, ഇവൻ ഈ പാവം കുഞ്ഞാ, അത്ര വലിയ പ്രായമില്ല, അത്ര പ്രായമില്ല. ഇവന്മാരുടെ കാര്യം പറഞ്ഞു. ഈ 4 കപ്പേര ഇറങ്ങി ഒരു 2 ദിവസം കഴിഞ്ഞപ്പം ഹോസ്റ്റലിലെ എല്ലാ ജനലിനും പട്ടിയിലടിച്ചു. ഈ ഇറങ്ങുന്ന പരിപാടിയായി ഹോസ്റ്റലിൽ ആർക്കും അറിയത്തില്ല. സിനിമയോട് ഭയങ്കര താല്പര്യം, ഒരുപാട് റീൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടും പിടിച്ചിരുത്തി. അല്ല ചേച്ചി കാണുന്നതെല്ലാം ചേച്ചി കാണുന്നതെല്ലാം സ്റ്റീഫൻ നരിപ്പള്ളിയാണ്. പുള്ളിക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അത് ചേച്ചി കണ്ടിട്ടില്ല. ചേച്ചി അത് ഒരു അബദ്ധം പറ്റിയാൻ പറയാം. ഞാൻ ഗൾഫിലായിരുന്നപ്പോഴേ ഈ ടിക്ടോക്ക് തുടങ്ങിയ സമയമായിരുന്നു. ഞാൻ അതിനകത്ത് ആ സമയത്ത് വെറുതെ ഇരിക്കുന്നുണ്ട് ഓരോന്ന് ചെയ്തു. എന്നിട്ട് നാട്ടിൽ ലീവിന് വന്നപ്പോ ഈ ടിക്ടോക്ക് ഒന്ന് നിരോധിച്ചു. അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യാനും പറ്റിയില്ല. അതേറെ കിടപ്പുണ്ട്. ഈ സിനിമ ഇപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ആ ഒരു കണക്ഷൻ മനസ്സിലുണ്ട്. സെറ്റ് എങ്ങനെയായിരുന്നു? കാരണം ഇത്രയും ടാലന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ്, എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ, അപ്പം കൂടെ അഭിനയിക്കുന്ന സമയത്ത് മഞ്ജു ചേച്ചിയുടെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? മഞ്ജു ചേച്ചി ഭയങ്കര ആളുകൾ പെട്ടെന്ന് നമ്മളിപ്പോ പുതിയ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരും. നമുക്ക് അറിയത്തില്ല ഇൻഡസ്ട്രി. അപ്പോ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് എന്താണ് സീനിയർ ആർട്ടിസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ അവരോട് എങ്ങനെയാ പെട്ടെന്നൊരു വാക്കുകൾ ഇന്റർചേഞ്ച് ചെയ്യുന്നതാണെങ്കിലും പുള്ളിക്കാരി പെട്ടെന്ന് നമ്മളെ കംഫർട്ടബിൾ ആക്കും. എന്താന്നൊക്കെ ചോദിച്ച് പെട്ടെന്ന് നമുക്കപ്പോൾ ആ ഒരു സ്ട്രെസ് ഇല്ല. പിന്നെ അങ്ങേറ്റത്തിരിക്കുന്ന അദ്ദേഹത്തെ ആണെങ്കിൽ അദ്ദേഹം ഇതിനു മുമ്പ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പൊ അദ്ദേഹം ഇതുപോലെ നമ്മളെ ഒരുപാട് വിനീത് നമ്മളോട് എപ്പോഴും ഉള്ളപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇത്രയും നാൾ. പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിലിപ്പം ഇത്രയും പേരിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഇവനും ഞാനും വർഗീസും അവനും ഒക്കെയാണ്. അവൻ മിണ്ടിയില്ല, ജൂനിയർ ആയിട്ട് മിണ്ടാത്ത. പക്ഷെ ഇത് ഏറ്റവും മിണ്ടായിരിക്കുന്ന ഒരുത്തനുണ്ട്. അവനാണ് ഏറ്റവും വേന്ദ്രൻ. എന്നോട് വന്നിട്ട് പറഞ്ഞ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ലേ? അല്ല, ഇൻട്രോ ഇന്റർവ്യൂ എടുക്കാൻ പേടിയാണ്, മീൻസ് സംസാരിക്കാൻ ചെറിയൊരു ഇതുണ്ട്. അവരുടെ പേടി എന്താന്ന് വെച്ചാൽ വല്ല അറിയാതെ വായിന്ന് വീണു പോകുന്നുള്ള പേടിയാണ്. വീണൊന്നും വരുന്നില്ല. 15 മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ പതുക്കെ തുടങ്ങാന്നൊക്കെ എന്നോട് പറഞ്ഞു. പെട്ടെന്ന് വരുമ്പോ സ്റ്റാർട്ടിംഗ്
അല്ല മറ്റേതിലേക്ക് എത്തണം. മറ്റേ അതിലേക്ക് എത്തണം. ഇതിപ്പോ കോശി എന്ന് പറഞ്ഞ ക്യാരക്ടർ അദ്ദേഹത്തിന്റെ സിനിമയിൽ തന്നെയാണ്. അപ്പൊ ഇപ്പോഴും ഞങ്ങൾ ഓർത്തിരിക്കും, അതിലെ ഓരോ സീനുകൾ ഓർത്തിരിക്കും. ഇപ്പം 2021 ശേഷം റിലീസ് എന്താ ചിരിക്കണേ 2021 ശേഷമാണ് ഒരു സിനിമ റിലീസിന് ഒരുങ്ങുന്നത്. ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. എന്നെ വിളിക്കുന്നത് വേൾഡ് കപ്പ് ആക്ടർ എന്നാ. അതായത് എല്ലാ വേൾഡ് കപ്പിലും മാത്രമേ എന്റെ പടം എടുക്കൂ. പക്ഷെ കഴിഞ്ഞ വേൾഡ് കപ്പ് മിസ്സായി. ഇനി ഈ 5 വർഷം കൂടി ഒരു പടം ചെയ്ത ആളാണ്. ഓരോ വേൾഡ് കപ്പ് വേൾഡ് കപ്പ് ഞങ്ങൾ അതിനു വേണ്ടി ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പടത്തിൽ വരുന്ന സമയത്ത് ആസ് എ ഫ്രണ്ട് എന്ന രീതിയിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നതിനപ്പുറം ശരിക്കും പേടിയാണ്. സപ്പോർട്ട് ചെയ്യും ആള്. ഒരു ചോദ്യം ചോദിക്കുന്ന ഉത്തരം പറയാൻ സമയം കൊടുക്കും. എടാ നീ സപ്പോർട്ട് ചെയ്ത് അവൻ പറയാ നിനക്ക് കുന്തളിപ്പിച്ചിട്ട് കൂടുതലാണ്. അത് ഫീലില്ല ക്യാരക്ടർ ഞാനല്ല ശരിക്കും. നീ നേരത്തെ നമ്മളെ മറ്റേ ഷൂട്ട് അത് ഷൂട്ട് അത് ക്യാരക്ടർ അല്ലേ. നീ എന്തൊക്കെ പറഞ്ഞു ഇവന്മാർ എന്തൊക്കെ നീ അവിടെ അത് അഭിനയിക്കുമ്പോ വേറെ അല്ലേ. അഭിനയിക്കുമ്പോഴല്ല അല്ലാത്ത എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളായിട്ട് രീതിയിൽ അഭിനയിക്കും. ഈ ക്യാരക്ടറെ കുറിച്ച് പറയും. ഇപ്പൊ ആസ് എ ഫ്രണ്ട് രീതിയിൽ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു വേഷം തന്നതിന് ഉപരി ഈ ക്യാരക്ടറിലേക്ക് എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ട്? എന്താണ് കഥാപാത്രം? ഡയറക്ടർ പറയുന്നല്ലോ. അത് ശരി. അല്ല ക്യാരക്ടറിനെ കുറിച്ച് ഇപ്പൊ എന്തെങ്കിലും പറയാൻ പറ്റാത്ത വല്ലതും ഉണ്ടോന്ന് അറിയില്ല. അതുകൊണ്ട് ഇല്ല, കഥ പറയണ്ട, എക്സ്പീരിയൻസ് പറഞ്ഞാൽ മതി. ആ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം പറഞ്ഞാൽ മൂന്നാമത് പറഞ്ഞാൽ മതിയോ? മതി. കാരണം അവിടെയൊക്കെ ക്യാരക്ടർ ഉണ്ട്. ഓക്കെ ഓക്കെ. അവിടെ പഴയ ഹെമ്മഹാടെ ആ വള്ളി കിട്ടിയില്ല, സാധനം കിട്ടിയിട്ടില്ല. ശരിക്കും സെറ്റ് ഇങ്ങനെയായിരുന്നോ? ട്രോളിലും സെറ്റോ അവനെ എന്തോരം ഉപദ്രവിച്ചിട്ടുണ്ട്. സെറ്റ് ഭയങ്കര റാഗിങ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു സെറ്റ്. ആക്ച്വലി എന്താ വെച്ചാല് നൈറ്റ് ഷൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. ആ സമയത്തൊക്കെ കുറെ ബോറടിക്കാതിരുന്നത് ഇവന്മാരെല്ലാരും കൂടെ ഇങ്ങനെ ഉള്ളത് കൊണ്ടും ഒക്കെയാണ്. കാരണം ഇവർക്ക് സീൻ ഇല്ലെങ്കിൽ ഇവർ സെറ്റിലുണ്ടാവും. ഒരു ഫ്രണ്ട്സ് സർക്കിൾ ആയതുകൊണ്ട് തന്നെ ചിലപ്പോ എന്റെയും അശോകേട്ടന്റെയും സീക്വൻസ് ആയിരിക്കും അകത്ത് ഷൂട്ട് ചെയ്യാൻ, നൈറ്റ് ഷൂട്ട്. കാരണം കോളേജ് ആയിരുന്നു. അപ്പൊ കോളേജിൽ പകല് വെക്കേഷൻ ടൈമിൽ ആയിരുന്നു നമുക്ക് കോളേജ് തന്നിരുന്നത്. പക്ഷെ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി പെൻഡിങ് ആയി. അപ്പം കോളേജ് ഉള്ള സമയത്ത് ഷൂട്ടിന് തരില്ല. കുട്ടിക്കാനത്തുള്ള മാരിയൻ കോളേജ് ആയിരുന്നു. അപ്പൊ നൈറ്റില് ഇൻഡോർ ഷൂട്ടൊക്കെ നൈറ്റിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 3 മണി 4 മണി 5 മണി അങ്ങനെയൊന്നുമില്ല. ഞാൻ എറണാകുളത്ത് ഒരു ചിരിയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചവിടെ പോകും. ഒരു 2.5-3 മണിക്കൂർ ട്രാവൽ ചെയ്ത് അവിടെ പോയി ഷൂട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് തിരിച്ചു വന്ന് ഒരു ചിരി ചെയ്തിട്ടുണ്ട്. കാരണം അത്ര ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയിരുന്നു ഡേറ്റ്സിൻ്റെ ഇതിൽ കോളേജും ഇതൊക്കെ കിട്ടാനായിട്ട്. അപ്പൊ ആ സമയത്ത് എൻ്റെ അശോകന്റെ സീക്വൻസ് ഒക്കെയാണ് അകത്ത് എടുക്കുന്നതെങ്കിലും പുറത്ത് പോകാരുണ്ടാവും, ഫുൾ ഗ്യാങ് ഉണ്ടാവും. അപ്പൊ അതൊരു രസമാണ്. തിരിച്ചിറങ്ങി വന്ന് നമുക്ക് ഉറക്കം വരുന്നെങ്കിലും വിമാനടയിൽ പോയിട്ട് ഒന്ന് ഞോണ്ടി ഒന്ന് ആക്കി ഇതുപോലെയൊക്കെ ബഹളം വെച്ചിരിക്കുമ്പോൾ ആ ഉറക്കം പോകും. ഭയങ്കര രസമായിരുന്നു. ഈ കൂട്ടത്തില് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഹിന്ദി നടനൊക്കെ തോന്നുന്നു. സിനിമ വരാൻ വേണ്ടി പോകുന്നത് കോളേജിലും ഭയങ്കര പ്രശ്നമായിരുന്നു. ഞങ്ങളൊക്കെ തകർന്നു പോയി. അവിടെയുള്ള പെൺപിള്ളേർ മുഴുവൻ വന്ന് ഇവന്റെ കൂടെ സെൽഫി എടുക്കും. അപ്പൊ ഞാനും സഞ്ജയ് മരത്തിന്റെ ചോട്ടി നിൽക്കുക. അപ്പൊ ഇവനും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടെയാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ചെയ്യുന്നത്. ഞങ്ങൾ 3 പേരും കൂടെ മരത്തിന്റെ ചോട്ടി നിന്നപ്പോ ഞാൻ പറയാൻ കുഴപ്പമില്ല. അപ്പൊ പെണ്ണുങ്ങൾ വന്നിട്ട് ഇവനെ മാത്രം നിർത്തിയിട്ട് ഫോട്ടോ എടുക്കണം. അപ്പൊ സഞ്ജയ് ഇങ്ങനെ മരത്തിൽ ഇടിച്ചിട്ട് നമ്മൾ നടന്മാരില്ലൂടാ. അപ്പൊ ഏതോ ഒരു പെങ്കൊച്ച് അതെ ഏതോ ഒരു പെങ്കൊച്ച് പറഞ്ഞു ഇവൻ വണ്ടി കൊണ്ട് എടുക്കണോ? എന്നിട്ട് പറയാം ഇവനൊക്കെ നാളെ രക്ഷപ്പെട്ടു. അപ്പൊ ഉടനെ ഈ സഞ്ജയ് തകർന്നിട്ട് മരിക്കണ്ടോ ഒന്ന് അവൾക്ക് ഫോട്ടോ. അപ്പൊ ഇവനാണെങ്കിൽ അപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോവേഴ്സ് ആയി ഭയങ്കര അവിടെ അറിഞ്ഞു ഇതുപോലൊരു ഒരു ഋതിക് റോഷൻ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ പെൺപിള്ളേരും വന്ന് കാണുന്നുണ്ട്. ഇവനൊന്നും വെളിയിൽ തുറന്നു പറയുന്നില്ല. അപ്പൊ ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് ഇരുന്നപ്പോ ഒരു പെൺകൊച്ചിങ്ങനെ നടന്നു വന്നിട്ട് ഇവനെ ഇങ്ങനെ കണ്ട് എടാ നീ ഇന്നലെ എന്താ മെസ്സേജ് റിപ്ലൈ ഇവിടെ പ്രോഗ്രാം ഉള്ളത് ഇനി പേര് തന്നെ ഭയങ്കര ഇതനുസരിച്ചുള്ള ജൂനിയർ ഋതിക് റോഷൻ പറയും പേരിട്ടുള്ള ചില പേര്. ഇതിനകത്ത് ലൈക്ക് എന്റെ ശരിക്കുള്ള പേര് പ്രിൻസ് തന്നെയാണ്. പിന്നെ ഇതില് ക്യാരക്ടറുടെ പേര് റഹാനാണ്.
അപ്പോൾ ഇതില് ലൈക്ക് ഇവരുടെ കൂടെ ഞാൻ ആദ്യമേ അടികപ്പേരെ കുട്ടമണിയുടെ ടീമിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. സ്റ്റോറിയൊക്കെ ലൈക്ക് സെക്കൻഡ് പാർട്ടാണ്, നേരെ അതിന്റെ പാർട്ടാവുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് ഇത് 10 വർഷം മുന്നേ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ ആ സമയത്ത് സ്കൂളിലാണ്. അപ്പോൾ എൻ്റെ USB-യിൽ ഏറ്റവും കൂടുതൽ ഓടിയ പടമാണ് അടികപ്പേര് കൂട്ടമണി. അപ്പൊ അത്ര ഇമോഷണൽ കണക്ഷൻ ഉള്ള ഒരു പടമാണ്. അപ്പൊ അതിന്റെ ഡയറക്ടറുടെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യമായിട്ടാണ്. അപ്പൊ പിന്നെ കൂടെ എടുത്തിട്ട് വിടാൻ വരായിരുന്നു. പക്ഷെ അതിനുപരി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ അതെ. ഈ ഡയറക്ടറോട്. അപ്പൊ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോ പിന്നെ ബാക്കി ഇവരെല്ലാവരും ഡയറക്ടർ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഇവരുടെ കൂടെ എങ്ങനെ മിങ്കിൾ ചെയ്യാൻ പറ്റും, ഇവരുടെ കൂടെ ചെല്ലുമ്പോഴേക്കും ഞാനൊരു ഔട്ട്സൈഡർ ആവുമോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഇവരെന്നെ അങ്ങനത്തെ ഒരു രീതിക്കല്ല കണ്ടത്. ലൈക്ക് ഒരു അനിയൻ എന്നുള്ള രീതിക്കൊന്നും അല്ല കണ്ടത്, ഒരു ഫ്രണ്ട് എന്നുള്ള രീതിക്ക് തന്നെ കണ്ട് ഭയങ്കര ചില്ലായിരുന്നു. പിന്നെ മഞ്ജു ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ TV കണ്ടും സീരിയൽ കണ്ടും പടത്തിൽ കണ്ടൊക്കെ ഉള്ള പരിചയമുള്ളൂ. അപ്പോൾ മഞ്ജു ചേച്ചിയുടെ അടുത്ത് പോയപ്പോൾ തന്നെ ഭയങ്കര ലൈക്ക് ഒരു എന്താ ഞാൻ പറയാ, ഒരു അമ്മ എന്നാണോ ഫ്രണ്ട് എന്നാണോ, ലൈക്ക് നമുക്കൊരു ഭയങ്കര കണക്ഷനാണ് കിട്ടുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ചിൽപ്പില്ലാണ്, ഒരു രീതിക്കുള്ള ടെൻഷൻ ഇല്ല. കോമ്പിനേഷൻ സീൻ വരുമ്പോൾ തന്നെ ലൈക്ക് നമ്മളെ ഭയങ്കര കൂളായിട്ട് വെക്കും. പിന്നെ ഭയങ്കര ഫണ്ണാണ് ആള്. അപ്പൊ എനിക്ക് ഭയങ്കര ലൈക്ക് വർക്ക് ചെയ്യാൻ ഒരുപാട് ലൈക്ക് ഇഷ്ടമായിരുന്നു. സെറ്റില് ഒരുപാട് സീനൊന്നും ഇല്ലെങ്കിലും ലൈക്ക് കിട്ടിയ സീനെല്ലാം അടിപൊളിയായിരുന്നു. ചേച്ചിയിലൂടെ എല്ലാവർക്കും ഈ ഒരു അമ്മ ഫീൽ ഉണ്ടെന്ന് പറയാറില്ലേ? ഉണ്ട്, തള്ള വൈബ് പക്ഷെ ഞാനത് മാറ്റി, വൈബ് തള്ളയായി. എനിക്കൊരു ചേച്ചി ഫീൽ ആയിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ അല്ല, മഞ്ചേച്ചിയോട് ഞങ്ങൾ ആദ്യമൊക്കെ ചെന്നപ്പം നമുക്ക് ഷൈൻ ചേട്ടനായാലും ഞങ്ങൾ എല്ലാം പുതിയ ആർട്ടിസ്റ്റുകളല്ലേ, ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ചിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ പടമാണ്. അപ്പോൾ ഞാൻ ചേച്ചിയെ കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ മിണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഞങ്ങളെ കുറച്ചേരം നോക്കിയിട്ട് എനിക്ക് ഈ പടത്തിൽ ഏത് വേഷം ചെയ്യുന്ന പിള്ളേർ, നീ ഒന്നത്ര ശരിയല്ലല്ലോ എന്നൊക്കെ ഞങ്ങളെ നോക്കി പറഞ്ഞു. ഞങ്ങൾ ദൈവമേ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു ചേച്ചി. കുറച്ച് കഴിഞ്ഞിട്ട് ചേച്ചി പിന്നെ ഞങ്ങളെടുത്ത് വിളിച്ച് ചേർത്ത് തമാശയൊക്കെ പറയാൻ തുടങ്ങി. ഒരു ഫോട്ടോ എടുക്കാൻ തന്നെ ചേച്ചി ഞങ്ങളെയൊക്കെ ചേർത്ത് നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പം ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം മുതൽ ചേച്ചിയോട് ബിരിയാണി വേണം, ബിരിയാണി മേടിച്ചു തന്നു. ലാസ്റ്റ് ഡേ ചേച്ചി ബിരിയാണി മേടിച്ചു തന്നു. ക്ലൈമാക്സ് ആ ചേച്ചി കഴിഞ്ഞു, ചേച്ചി ഇന്ന് പാക്കപ്പാന്ന് പറഞ്ഞു എന്നെ ഇവന്മാര് പറ്റിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറ്റിക്കപ്പെട്ടോ ഞാൻ പറയുന്നില്ല. അങ്ങനെ ഞാൻ തൊടുപുഴയിൽ നിന്ന്, ഞങ്ങൾക്ക് കുട്ടിക്കാനത്താ ഷൂട്ടെ, ജോണി ആന്റണി ചേട്ടൻ എൻ്റെ ഒരു കെയർ ഓഫിലൊരു നല്ല ബിരിയാണി കിട്ടുന്നൊരു വെച്ച് കൊടുക്കുന്നു. അവരവിടുന്ന് ഉണ്ടാക്കി വണ്ടിയില് കൊണ്ടുവന്നു, സെറ്റിലേക്ക് കൊണ്ടുവന്നു. ഒരു മിനിറ്റ് ഒറ്റ പിടിച്ചു കാന്തം. എന്നിട്ട് വണ്ടിയിൽ കൊണ്ടുവന്ന് കൊടുത്തെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് എല്ലാം പാക്കപ്പ് കൈയടിച്ചൊക്കെ എല്ലാം യാത്രയാക്കി. അവിടെ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ കൂടെ ഒന്ന് ചേച്ചി 2 സീൻ മിച്ചമുണ്ട്, 2 ദിവസം കഴിയുമ്പോൾ വരണേ. ഞാൻ പിന്നെ വന്ന് പറഞ്ഞു ബിരിയാണി മേടിച്ചു തരത്തില്ല, ആ ഒരു ഉറപ്പ് വരാൻ പാക്കപ്പ് ഡേഡ് ആണല്ലോ കൊടുക്കുന്നത്. പക്ഷെ അവന്മാര് പകരം വീട്ടി ഡബിങ്ങിന് പോയ സമയത്ത് ഇവന്മാരൊക്കെ വരേണ്ട വല്ല കാര്യമുണ്ടോ? എന്റെ ഡബിങ്ങിന് ഇവര് വരേണ്ട ആവശ്യമില്ല, ഒരു സ്നേഹവും ഇല്ല. തൊട്ടപ്പുറത്ത് നല്ല നാടൻ ഊണ് കിട്ടുന്ന സ്ഥലം, ഫിഷ് കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവർ അത് കണക്കാക്കി വന്നത്. ആ നീ ഇല്ലായിരുന്നല്ലേ? ഇപ്പൊ സൂപ്പർ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ്, അത് ഒരുപാട് വർഷമായിട്ട് നമ്മളിപ്പോ സിനിമയിലും ടിവിയിലൊക്കെ കണ്ട ആളുകള് കൂടെ അഭിനയിക്കുന്ന സമയത്ത് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, ഇത് എങ്ങനെയാണ് വർക്ക് ആവുക കാര്യങ്ങളൊക്കെ. പക്ഷെ ആ പേടി മാറ്റാന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പം എല്ലാവരും പറയുന്നു ആദ്യത്തെ ഒരു സീൻ തന്നെ ചിലപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ മാറ്റിയെടുക്കാം. ചിലരുടെ നമുക്ക് അത് കിട്ടാറില്ല. സോ ഇപ്പൊ ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു വന്ന ഒരാളും കൂടെയാണ്. സോ അതെങ്ങനെ എടുക്കുക? പുതിയ ആളുകൾ എങ്ങനെയാ ശരിക്കും മനുഷ്യജി? അല്ല, പുതിയ ആളുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ പഴയ ടൈപ്പ് ഓഫ് ആക്ടിങ് അല്ലല്ലോ ഇപ്പോൾ. ആക്ടിങ് നല്ല ഒന്നും ഇപ്പോൾ സിനിമയെ മാറിയല്ലോ. ആക്ടിങ് മാറി, ടെക്നോളജി, ടെക്നിക്കൽ സൈഡ് മാറി, ഡയറക്ഷൻ സൈഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ പാക്റ്റാണ് ഉദ്ദേശിക്കുന്നത്, അതൊക്കെ മാറി. പലതും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മലയാളികൾ പല സിനിമയും അക്സെപ്റ്റ് ചെയ്തു. എന്നുവെച്ചാൽ ഫാൻറ്റസി അതൊക്കെ നമ്മൾ റിയൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത പലതും മലയാളികൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെയുള്ള ടെക്നോളജി വളരുന്ന സമയത്ത് നമ്മൾ പുതിയ പിള്ളേർ വരുമ്പം എനിക്കിഷ്ടമാണ് അവരിൽ നിന്ന് പഠിക്കാൻ. നമ്മൾക്കറിയാത്ത പലതും അവരുടെ കയ്യിലുണ്ട്. അവരുടെ ഒരു 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 വേവ് ലെങ്ത്, അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു എനർജി, അത് എനിക്കിഷ്ടമാണ്. അവരെങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പം ഏറ്റവും പിന്നെ എൻ്റെ മോളും ആ ഒരു
എന്തുവാണ് അതിന് പറഞ്ഞത്, ജെൻസിയോ? ഏജൻസി ആ ജെൻസി ഞങ്ങളൊക്കെ ഇച്ചിരി പഴയ. നീ നിങ്ങൾ കഴിയതാ ഞങ്ങള് millennium അപ്പൊ ആ ജെൻസി അങ്ങനെയുള്ള ഇപ്പം ഈ നമ്മുടെ ഈ കൂട്ടത്തിലുള്ള പുതിയ പിള്ളേർ, ഇപ്പം സന്ദീപ് ആണെങ്കിലും സാഗർ ആണെങ്കിലും നസ്ലിനാണെങ്കിലും എൻ്റെ മക്കളായിട്ട് അഭിനയിച്ച പിള്ളേര്, സിദ്ധു, എല്ലാവരും അവർക്ക് ഈ പറഞ്ഞ പോലെ അമ്മയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് തന്നെ കാരണം എന്ന് വെച്ചാൽ ഞാൻ അവരിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അതെ, എനിക്ക് ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും, ഞാൻ ഇന്നാളും കൂടെ ഒരു ഇതിൽ പറഞ്ഞു, അതായത് എനിക്ക് പെൺകുഞ്ഞുങ്ങളെയാ ഇഷ്ടം ബേസിക്കലി. പക്ഷേ എനിക്ക് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് കിട്ടിയത് മുഴുവൻ ആൺപിള്ളേരാ, മക്കളായിട്ടും ആണെങ്കിലും ഇപ്പൊ ഇതിലാണെങ്കിലും സ്വന്തം മക്കളല്ലെങ്കിലും പ്രിൻസിപ്പലും മക്കളുമാണ്. അപ്പം അതും ഒരു എനിക്കല്ലാതെ ആൺപിള്ളേർ മാത്രമേ എനിക്ക് മലയാള സിനിമയിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പം ആ ഒരു വൈബ്, അതെ, ശരിയാ, എനിക്ക് അവരിൽ നിന്ന് പഠിക്കാൻ ഇഷ്ടമാണ്, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇഷ്ടമാണ്. അവരുടെ ഞാൻ അവരുടെ കൂട്ടത്തിൽ കൂടും. ഞാനും മോളും ഫ്രണ്ട്സാണ്, ഫ്രണ്ട്സ് പോലെ. അപ്പൊ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇവന്മാരുടെ കായ്നോട്ടവും ഇവന്മാരുടെ കമന്റടിയും. മാത്രമല്ല മഞ്ചേച്ചിയുടെ കൂടെ അഭിനയിച്ച ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളെല്ലാം രക്ഷപ്പെട്ടു. അപ്പൊ അടുത്ത ലക്ഷ്യം ഞങ്ങളുടെ അതാണ്. ഞാനിപ്പോ ചേച്ചി അത് പറഞ്ഞപ്പോഴിങ്ങനെ ആലോചിച്ചത്, അവർക്കെല്ലാം നല്ല പടം ഉണ്ടല്ലോ. അല്ലല്ല, ബീബിനെ എപ്പോഴും കളിയാക്കും, എന്താണ് പുതിയ തലമുറയുടെ അമ്മയാണ്. അപ്പം ഇപ്പം സിനിമയിൽ ഒരു ഇതുണ്ടെന്ന്, മഞ്ജു ചേച്ചിയുടെ മക്കളായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ അവർ രക്ഷോട് വന്നത്, അപ്പൊ ഡിമാൻഡ് കൂടും, പൈസ കൂട്ടിക്കോന്നൊക്കെ എന്നോട്. ആസ് എ ഡയറക്ടർ ഇപ്പം ഓൾറെഡി ഇപ്പം 26 വയസ്സിലാണ് ആദ്യത്തെ സംവിധാനം. ആ പ്രായത്തിൽ പൈസ പറഞ്ഞതാ നിങ്ങൾ കൂടെ പഠിച്ചല്ലേ? ഒരു ബന്ധവുമില്ല, ഞങ്ങള് പുള്ളിയായിട്ട് ട്രെയിനിങ് വെച്ചുള്ള ഒരു ബന്ധമില്ല. സൈഡായിട്ട് ചേട്ടൻ പറ. ചേട്ടാ ഓണായി. കൊച്ചേട്ടൻ പറ, കൊച്ചേട്ടൻ പറ. ഓക്കെ, ആ ഒരു പ്രായത്തില് ഒരു സിനിമ ചെയ്യുന്നു. മൂത്ത മോള് 10ാം ക്ലാസ്സിൽ പഠിക്കും. കൊച്ചു ആവാനിങ്ങനെ ഇതിന്റെ സെറ്റപ്പൊക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ. ഇത്ര നേരം ഒരു 5 മിനിറ്റ് ആലോചിച്ചിട്ട് അടിക്കണോ വേണ്ട? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചേ, അപ്പൊ എന്നെ പോലീസ് പിടിച്ചോണ്ട് പോലോ, പ്രായം വെച്ച് അന്വേഷിച്ച് കഴിഞ്ഞു. 10ാം ക്ലാസ് കൊച്ചിന് 15 വയസ്സ്, 20 വയസ്സ് കല്യാണം കഴിക്കാം. ചേച്ചി എന്താ പറയുക, ഞങ്ങൾ 26ാമത്തെ വയസ്സിലാ ഈ ഒരു ഫുൾ ഷവർമ മേടിച്ച് കഴിച്ചു തുടങ്ങി. ഷവർമ പറയാൻ പഠിച്ച 26 വയസ്സ്. ഇപ്പൊ ആസ് എ ഡയറക്ടർ നമ്മൾ എപ്പോഴും കാണുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, കർക്കഷ്ടമായിട്ട് കാര്യങ്ങൾ പറയും. ഫ്രണ്ട്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതവിടെ ഫ്രണ്ട്സ് ഇപ്പൊ ചിരിച്ച് പാളി പോവില്ലേ? എങ്ങനെയാ? നേരെ തിരിച്ചായിരുന്നു. ആണോ? ഞങ്ങളെ കൊണ്ട് ഇത്ര പറ്റുള്ളൂ, മനസ്സിലായില്ലേ? പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അത് ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഷൂട്ട് ചെയ്യുന്നിടത്ത് വർഗീസ് ഉപയോഗിക്കത്തില്ല. അത് വീട്ടിൽ റൂമിൽ വന്നാൽ ഒക്കെ ആയിരിക്കാം, പക്ഷെ അവിടെ വെച്ചൊരിക്കും ഒരിടത്തും കാണിച്ചിട്ടില്ല, ഞങ്ങളത് പറയാനും പോയിട്ടില്ല. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവര് തമ്മിൽ ഭയങ്കര ഐക്യമുണ്ട് ഈ ഫ്രണ്ട് സർക്കിളിൽ. വർഗീസ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഇവന്മാർക്ക് അറിയാൻ പറ്റുന്നുണ്ട്, അതനുസരിച്ച് ഇവന്മാർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഒരു സ്റ്റുഡൻ്റായിട്ട് തന്നെയാണ് വർഗീസിൻ്റെ അടുത്ത് നിന്നത്. ഞാൻ രഹസ്യമായി ഞാനിങ്ങനെ ചെയ്യട്ടെ. പിന്നെ ഇവർ ഒരുമിച്ച് രാത്രിയിലുള്ളപ്പോൾ പിറ്റേ ദിവസത്തെ എനിക്കറിയില്ല, പിറ്റേ ദിവസത്തെ സീനൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, എങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ തന്നെ ചിലപ്പോൾ വർഗീസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം, എനിക്കറിയില്ല. പക്ഷെ അവിടെ വന്നു കഴിയുമ്പോൾ എല്ലാം പെർഫെക്റ്റാ. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും വർഗീസ് ഇങ്ങനെ പറയുന്ന രഹസ്യമായിട്ട്, അത് എന്നോടാണെങ്കിലും വന്ന് പറയുന്നത് ചേച്ചി അത് നമുക്ക് അത് വളരെ കൂളായിട്ടായിരുന്നു. എനിക്ക് അവിടെ ദേഷ്യപ്പെട്ട് ഞാൻ വർഗീസിനെ കണ്ടില്ല. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ പ്ലാൻ ചെയ്യും, ഞാനും സൈത്ത് എന്തെങ്കിലും പ്ലാൻ ചെയ്യും, ടേക്ക് ആയി കഴിയുമ്പോൾ അപ്പോൾ ഇദ്ദേഹം അടുത്ത് വന്ന് പറയും, കൊള്ളാം, ഈ പ്രതി വേണ്ട, അടുത്ത പ്രതി. അതുപോലെ ഒരു ദിവസം നൈറ്റ് ഷൂട്ട് ചെയ്താണ്. ഇപ്പം ചേച്ചിയുടെ കൂടെയുള്ള സീനായിരുന്നു. ഇറങ്ങിയപ്പോൾ ഞാൻ ലാസ്റ്റ് ഷോട്ടായിരുന്നു. അപ്പോൾ പാക്കപ്പ് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ID കാർഡ് ഊരി കൈ പിടിച്ച്, അപ്പോൾ ഷോട്ട് ഒന്നും കൂടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ID കാർഡ് തിരിച്ചിട്ട് അന്ന് റൂമിൽ നല്ല നല്ലോണം കിട്ടി.
നല്ല വിളിച്ച്. ഇപ്പം അടികപ്പുരി കൂട്ടുകൂടെ ഒരു ഹിറ്റ് സിനിമ ആ ഒരു പ്രായത്തിൽ ചെയ്ത് അത്രയും സൂപ്പർ ഹിറ്റ് ആവുന്നു. അതിനുശേഷം സിനിമകൾ ചെയ്യുമ്പോഴേ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. ആളുകൾ ഇത് ഈ സിനിമയുടെ ഡയറക്ടർ ഒരു സിനിമ ചെയ്യുന്ന പറയുമ്പോൾ കൂടുതൽ പ്രതീക്ഷിക്കും. ആ ഒരു എക്സ്പെക്ടേഷൻ ഭയങ്കര ഒരു ബാരിയർ തോന്നാറുണ്ടോ? ഇല്ല, അങ്ങനെ അത് ഭാരമായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. നമുക്ക് മെയിനായിട്ട് ഈ പറയുന്ന പോലെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥകൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതിന് ഏറ്റവും നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക. ആ സിനിമയ്ക്ക് അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിന് പറ്റുന്ന രീതിയിൽ നമ്മൾ ഏറ്റവും നമ്മുടെ ബെസ്റ്റ് ഔട്ട് കൊടുക്കുക. റിസൾട്ടിനെ പറ്റി അങ്ങനെ ചിന്തിക്കാറില്ല. റിസൾട്ട് നമ്മൾ നാളെ നമ്മുടെ ഒരു വർക്ക് നമ്മൾ 100% ഒരു കൊടുത്തില്ല, അതിന്റെ പേരിൽ ഒരു പോകുമ്പോഴാണ് നമുക്കൊരു വിഷമം ഉണ്ടാകുന്നത്. നാളെ എന്തെങ്കിലും സിനിമയ്ക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നമ്മളെ മനസ്സിൽ ചിലപ്പോൾ ഞാൻ അത്രയും ചെയ്തില്ല നമുക്കതിന് തോന്നുമല്ലോ. ചില സമയങ്ങളിൽ നമ്മൾ അത്രയും ഇൻപുട്ട് കൊടുത്തില്ല, അങ്ങനെ പോവുകയാണെങ്കിൽ അതുകൊണ്ട്. പക്ഷേ നമ്മൾ ചിലപ്പോൾ എത്ര കൊടുത്താലും ചില സിനിമകൾക്ക് ചില വിധി കാര്യങ്ങളുണ്ട്, പോകത്തില്ല. അപ്പോൾ റിസൾട്ടിനെ പറ്റി ഞാൻ ആലോചിച്ച് ടെൻഷൻ അടിക്കാറുമില്ല. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക. പേഴ്സണലി എനിക്ക് ആദ്യം കഥ അല്ലെങ്കിൽ തിരക്കഥ ഇഷ്ടപ്പെടണം. നമുക്ക് ഒരു ഹുക്ക് വേണം. അപ്പോൾ അങ്ങനത്തെ കഥകൾ വരുമ്പോഴാണ്, അതിപ്പോൾ കോമഡി ആണെന്ന് മാത്രമല്ല വേറെയും സബ്ജക്റ്റുകളിലേക്ക് പോകുമ്പോഴായാലും ഏറ്റവും ഭാരമായിട്ട് തോന്നിയിട്ടില്ല. നമ്മളെ കൊടുക്കുക, നമ്മളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇതിന്റെ പോസ്റ്റേഴ്സിലൊക്കെ ആനേനെ കണ്ട ആന ഒരു പ്രധാന കഥാപാത്രമാണ്, ക്യാരക്ടറാണ്. ആന വിചാരിച്ചായിരുന്നു ഇതിലൊരു ആർട്ടിസ്റ്റ് പടം തുടങ്ങുമ്പോ ഫോട്ടോ മാത്രം ഇരുന്നു അങ്ങ് അറ്റത്തിരിക്കുന്നു. ലോറി ആനയെ കണ്ടിട്ട് ഞങ്ങള് പറയല്ലോ ഫൈറ്റിന്റെ ഇടയിൽ ഞങ്ങൾ ആനയെ കണ്ടിട്ട് ഓടി ലോറിയിൽ കയറുന്ന. എനിക്കിതിന്റെ അപകടം വന്നിട്ട് ഞാൻ ആദ്യമേ ഒരു സൈഡ് മറ്റേ സൈഡിൽ കൂടെ കയറി മേളിൽ കയറിയിരുന്നു. ഇവനും പ്രിൻസും കൂടെ ബോണറ്റിൽ കയറി. അപ്പൊ പിടിച്ച് കെട്ടണമെന്നുള്ള ഒരു ഇതാ. അതിന് സീനിലുണ്ടോ അറിയത്തില്ല. ആ സീനിലെ കരച്ചിലൊന്നും അഭിനയമല്ല. അപ്പൊ ഇവനെ എന്നെ നോക്കിയിട്ട് പിടിച്ചു കെട്ടാൻ പറഞ്ഞ കരയുന്നു. ഞാൻ ഞൊട്ടിയോടെ ഇവൻ ഇങ്ങനെയൊക്കെ അഭിനയിക്കുമോ? ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ എന്തോ ഇവന്റെ ഇവിടെ ഇരിക്കുവോ കൊമ്പ്. ഞാൻ വിചാരിച്ചത് തൂക്കിയെന്ന് വിചാരിച്ചു. സാധു പുതുപ്പള്ളി സാധു എന്നാ വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആനയ്ക്ക് മാത്രമേ ഉള്ളൂ റീടേക്ക് എടുക്കാൻ. ഞങ്ങളൊക്കെ ഭയങ്കര റീടേക്ക്. ഏറ്റവും കൂടുതൽ ടേക്ക് ആരെടുത്ത ഈ കൂടുതല്? നീ ഏറ്റ കാര്യം അവൻ ഇങ്ങോട്ടായിരുന്നു. അല്ലാതെ നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഒരെണ്ണം ഏതാണ്ട് ഒരു 10-20 അത് പോയപ്പോ ഒരാളവിടെ കളിയാക്കി. അടുത്ത ദിവസം അവിടെ കിട്ടി ആ സെറ്റ് മുഴുവൻ ടാലന്റ് ഇല്ല. പിറ്റേ ദിവസം രാവിലെ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി വന്നു പറയാം അത് ക്ലിയർ ആയിട്ട് പറയത്തില്ല. കോൺസ്റ്റിപ്പേഷൻ ഡയലോഗ് ഇല്ല. ബാഗ് എടുക്കുന്നേ, ബാഗ് എടുത്തത് മാസ്ക് ആയി അങ്ങനെ ഡയലോഗ് ഉണ്ടായിരുന്നു. ബാഗ് എടുത്തപ്പോഴേ പറഞ്ഞ ബാക്കിയുള്ള നമുക്ക് ഡയലോഗ് ഉള്ളത്. അല്ല ഈ 15 ടേക്കൊക്കെ മാസ്ക് ആയി പോകും. ചിലപ്പോ മാസ്ക് ആവും. ഇതായിട്ട് അഭിനയിച്ച് കാണിക്കുന്നു. എനിക്കൊന്നും എല്ലാവരും ഒബ്സർവ് ചെയ്തിട്ട് അങ്ങനൊന്നുമല്ല. ഞാൻ കുറെ നാള് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ താമസം പോലും അങ്ങനെ ആയിരുന്നു. അപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ ഷൂട്ട് കഴിഞ്ഞാലും പോവാ. വേറെ ഒന്നുമില്ല, അവന്റെ ഷൂട്ട് കഴിഞ്ഞാൽ റൂം ഉറക്കാൻ പറ്റും. അതില് വലിയൊരു സംഭവം ചേച്ചി മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. ഈ വെളുപ്പിന് വരെ ഞങ്ങൾ ഇരിക്കുന്നത് പറീസ് മോണിറ്ററിന് പുറകിലിരുന്ന് ഉറങ്ങുന്നുണ്ടോ ഇല്ലയോ ഒരു ഗ്രൂപ്പ് വർക്ക് ആയിരുന്നു. അതെ. അപ്പൊ എന്താ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ 30 ദിവസത്തോളം ഞാനും വിനീതും ഒരുമിച്ച് റൂമിലായിരുന്നു. പക്ഷെ ഞങ്ങൾ രാവിലെ 5 മണിയാകുമ്പോ എനിക്ക് പോകണം. അപ്പൊ ഇയാള് ഹിന്ദി പാട്ടൊക്കെ ഇടും രാവിലെ. ഏറ്റവും പഴയ പാട്ടേ കിട്ടത്തുള്ളൂ. ഹിന്ദി ഉണ്ടാവുന്നതിന് മുമ്പുള്ള അതേ കിട്ടത്തുള്ളൂ. പിന്നെ ഹീറ്റർ വർക്കിംഗ് ആണെന്നാണ് അവരുടെ. പക്ഷെ അങ്ങനെ സാധനം അവിടെ വർക്കിംഗ് അല്ല. ഹീറ്ററിലെ ആരോഗ്യ പ്രശ്നമാണ്, ചൂടുവെള്ളം വേണം. അല്ല ഇത് മറ്റേ ഹിമക്കരടി മഞ്ജു ചേച്ചിയുടെ മാരേജ് കാണിക്കും എന്തെങ്കിലും. കാരണം ഭയങ്കര ഒബ്സർവ് ചെയ്യുന്നോണ്ടേ കറക്റ്റ് മഞ്ജു ചേച്ചിനെ ഇമിറ്റേറ്റ് വരത്തില്ല. ഞാൻ വെറുതെ എന്തിനാ കുറച്ചു മുമ്പ് ചേച്ചിയോട് അഭിനയിച്ചവരൊക്കെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞത്. ചേച്ചി കണ്ട് പുതിയ ഏതോ കൂടുപാത്രമൊക്കെ പഠിച്ചിട്ടുണ്ട്.
സ്റ്റൈൽ അതൊക്കെ. ചിറാപ്പുഞ്ചി പോയിട്ട് വന്ന മൂത്ത മാലയൊക്കെ കൊണ്ട് എല്ലാം അടിച്ച ഒരു സൈഡ് തളർന്നു പോയി. ഞാൻ നിന്നെ കുറിച്ച് ഞാൻ പ്രവചിച്ചൊരു കാര്യം പറയട്ടെ. അത് വേണ്ട ചേച്ചി പറയണേ. ഇവൻ ഭാവിയിൽ അജു വർഗീസ് ആണെന്ന് ഞാൻ പ്രവചിച്ചത്. ആ പ്രവചനം കേട്ടൊന്നുപോലെ ലവൻ കല്ലുപ്പെട്ട് ഞാൻ അവരായിട്ടുള്ള സൗഹൃദം വരെ നിർത്തി. ഇങ്ങനെ സൗഹൃദം എനിക്ക് വേണ്ട. ചേച്ചി അതുപോലെ പറഞ്ഞു, എന്റെ കൂടെ അഭിനയിച്ചവരൊക്കെ പയ്യന്മാരൊക്കെ രക്ഷപ്പെട്ടു പോയി. ഇപ്പോ നസ്ലിന്, സന്ദീപ്, സാഗർ, അടുത്ത അതോടെ നിർത്തി. ഡെയിലി ഫിഷിംഗ് വാങ്ങാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആളുടെ ലൈഫാണ് മാറുന്നത്, കരിയർ ഗ്രോത്ത് എങ്ങനെ ഉണ്ടാവുന്നത്. ഇപ്പൊ കുറച്ചു മുമ്പേ പറഞ്ഞു ആരാണ് സക്സസ് ആവുന്ന അറിയില്ല, ഒരു ഫോട്ടോ എടുത്ത് വെക്കാമെന്ന്. അങ്ങനത്തെ സിറ്റുവേഷനിൽ പോയിട്ടുണ്ടോ? കാരണം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ രക്ഷപ്പെടണം എന്നാണ് ആഗ്രഹം, നമ്മുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹം. ചിലപ്പോൾ ഒരു ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഗ്രോത്ത് ഉണ്ടാവുക. ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം, ചിലപ്പോൾ ഈ റിസൾട്ട് പോലും ചിലപ്പോൾ വരില്ലായിരിക്കും. സോ നിങ്ങൾ എങ്ങനെയാ അത് ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം? ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവും. ഞാൻ പറയാം. 2015 കപ്പിയാര് എടുക്കുന്ന സമയത്ത് ഞാൻ അവസരം ചോദിച്ചതാണ്. 10 വർഷത്തിന് ശേഷമാണ് എനിക്കൊരു അവസരം കിട്ടിയത്. സോ നമ്മൾ അതിനോടുള്ള ആഗ്രഹം അതുപോലെ നിന്ന് പിന്നെ വർഗീസിനോട് ചോദിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ കാര്യത്തെ അത്ര കണ്ട് ആഗ്രഹിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് താമസിച്ചാണെങ്കിലും നമ്മളിലേക്ക് വന്ന് ചേരുമായിരിക്കാം. ചേരും. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. പിന്നെ ഞാൻ ഗൾഫിലുള്ളപ്പോൾ ആരെങ്കിലും ഒരുത്തൻ റൂമിലുള്ളവൻ എന്നെ രാത്രി വന്ന് കണ്ടായിരുന്നു പ്രാന്താന്ന് പറഞ്ഞവരെടുത്തും കൊണ്ടിട്ടേനെ. എനിക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്തു. പക്ഷേ ലാസ്റ്റ് ഞാൻ നാട്ടിൽ വരേണ്ട വന്നു. അങ്ങനെ ആ തൃശ്ശങ്കൂർ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നു, അച്ചുവിൻ്റെ. പിന്നെ ഈ വർഗീസിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാര്യം കപ്പിയാര് ചെയ്തപ്പോൾ മുതൽ, കാര്യം ഞങ്ങളുടെയൊക്കെ ജീവിതത്തെ ടച്ച് ചെയ്തിട്ടാണ് ഈ കഥകളെല്ലാം. വർഗീസിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, ഞങ്ങളുടെ സെന്റ് തോമസ് ഹോസ്റ്റലിലും ഞങ്ങളുടെ സീനിയർ ആട്ടോ മാറിയോൺസ് കോളേജ്, അത് പറയാൻ പറ്റുമോ? സീനിയർ ആണ്. എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന എൻ്റെ ഫ്രണ്ടിന്റെ കസിനല്ലേ, കസിനാവൻ. മകനാണെന്നൊക്കെ പറയാൻ അതെ. അല്ല ചേച്ചി ഞങ്ങളുടെ സീനിയർ ആയിരുന്നു. മാറിയോൺസ് ഞങ്ങൾ പഠിച്ചത്. ഞങ്ങളുടെ ഹോസ്റ്റൽ ലൈഫിൽ ഒരുപാട് കഥകളുണ്ട്. ഇപ്പൊ ഈ കപ്പിയാന്റെ സെക്കൻഡ് ഉണ്ടോന്നൊക്കെ എല്ലാരും അതെ ഉണ്ടോ? ശരിക്കും ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നുണ്ട്. ശരി മാത്രം കാത്തിരിക്കുക ഞങ്ങള്. സോ എന്തായാലും സിനിമ തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള പടമാണെന്ന് എനിക്കറിയാം. ഞങ്ങളും കാത്തിരിക്കുകയാണ് തിയേറ്ററിൽ. അപ്പൊ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പോയി സിനിമ കാണുന്ന ആൾക്കാർ തന്നെ പറയാനുള്ളൂ. എനിക്ക് വേണമെങ്കിൽ പോയി. ഞാൻ നിന്നോട് അയ്യോ പോയില്ലേ, എനിക്കടുത്ത് തിരുപ്പതി അല്ല, ഇതിനകത്ത് ഒരു വലിയ താരനിര തന്നെയുണ്ട്. ഇതിപ്പോ ആക്ച്വലി ഇതൊരു കോളേജ് ബേസ്, അതും പറയണല്ലോ നമ്മള്, സ്റ്റോറി ആണെങ്കിൽ പോലും ഇതിനകത്ത് അശോകൻ ചേട്ടനുണ്ട്, ബാബു ആന്റണി ചേട്ടനുണ്ട്, ബൈജു ചേട്ടനുണ്ട്, പ്രേംകുമാർ ചേട്ടനുണ്ട്, മറ്റേ ജോൺ വിജയ്, തമിഴ് നടൻ ജോൺ വിജയ് ഉണ്ട്, മഞ്ജു പിള്ള ഉണ്ട്, നിങ്ങൾ അങ്ങോട്ട് ഇരിപ്പുണ്ടല്ലോ. ഷൈൻ പറഞ്ഞില്ല, ഞാൻ ഷൈൻ പറഞ്ഞില്ല. ഷൈനുണ്ട്, ഷൈൻ മോനുണ്ട്, പിന്നെ ശ്രീകാന്ത് വെട്ടിയാറുണ്ട്. അങ്ങനെ കുറെ ഒരു ഗാങ് ഉണ്ട് കേട്ടോ. അതിനകത്തൊരു വലിയ താരനിര ഉണ്ട് അതിനകത്ത്. ആക്ച്വലി എല്ലാവരും ഭയങ്കര രസമുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. ഫൺ മൂവിയാണ്. എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിനും ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്കും സ്റ്റുഡൻസിന് ഒക്കെ പെട്ടെന്ന് ഇവരുടെ അടികപ്പേരെ കുട്ടമണിയുടെ വേറൊരു വേർഷനാണ്. അങ്ങനെ ഞാൻ പറയുന്നില്ല അടികപ്പേരെ കുട്ടമണിയാണ്, അതിന്റെ വേറൊരു സ്റ്റുഡൻസ് അവരുടെ ഫണ്ണ്. എനിക്കൊന്ന് ട്രെയിലർ ടീസറിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. എന്താണ് നീ പറയുന്നത്? നിന്റെ മാ അടച്ചു വെക്ക്, നീ കുറച്ചേരം മിണ്ടായിരിക്കും, അപ്പൊ എല്ലാം ശരിയാവും എന്ന് പറയുന്ന ആ ഒരു ഫൺ ഇതുണ്ടല്ലോ, അത് തന്നെയാണ് ത്രൂ ഔട്ട് മൂവി. കോമഡി എന്റർടൈനർ, ഒരു എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന. ഞങ്ങളും അതിനെ ആഗ്രഹിക്കണം, തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാൻ. ഇപ്പൊ അങ്ങനെയുള്ള സിനിമകൾ വളരെ കുറവാണ്, ഉണ്ട് പക്ഷെ വളരെ കുറവാണ്. നല്ല സിനിമകൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ കോമഡി സിനിമകളും വേണം, എന്റർടൈൻമെന്റും വേണം. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര രസമുള്ള നല്ല എഫേർട്ട് എടുത്ത് ചെയ്തതാണ്.
ഒരു ആനയൊക്കെ വരുന്ന ഒരു പോർഷൻ ആയിരുന്നു. ഭയങ്കര സ്ലാപ്സ്റ്റിക് ഒരു എന്റർടൈനർ, കോമഡി എന്റർടൈനർ. ഓക്കെ. നമ്മളും എൻജോയ് ചെയ്ത ആ ക്ലൈമാക്സ് പോർഷൻ മൊത്തം ഫൈറ്റ് ഒക്കെ ആണെങ്കിലും നമ്മളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തത്. എനിക്ക് തോന്നുന്നു 10-15 ദിവസത്തോളം ഉണ്ടായിരുന്നു തോന്നുന്നു. ആ ഫൈറ്റ് സീൻ ഒരു 6 ദിവസം എല്ലാ ആർട്ടിസ്റ്റുകളും ഉള്ള ഒരു ഗ്രൂപ്പ്. ഞാൻ ഉണ്ടായിരുന്നില്ല, എന്നെ കൊണ്ടുപോയില്ല. ആ ചേച്ചി വരാഞ്ഞ് പോയി 4ാമത്തെ ദിവസം അവിടെ ഷൂട്ട് കാണാമെന്ന് ഒരുത്തൻ എഴുന്നേറ്റിരുന്ന് കാണാമെന്ന് ഞങ്ങള് ക്ഷീണിച്ച് ഇങ്ങനെ കിടക്കും. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. ഞങ്ങൾ കാത്തിരിക്കുകയാണ് തിയേറ്ററിൽ പടം കാണാൻ വേണ്ടിട്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും താങ്ക് യു. അപ്പൊ എല്ലാവരും അടിനാശം വെള്ളപ്പൊക്കം പോയി കാണുക. ഈ പിള്ളേരെ സപ്പോർട്ട് ചെയ്യാം. പ്ലീസ് പോരെടാ, ഈ പിള്ളേരെ സപ്പോർട്ട് ചെയ്യുക, ഇവരെ അങ്ങ് വളർത്തുക. നിങ്ങളുടെ കയ്യിലാണ് ഇനി എല്ലാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.